ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും അനിയത്തിയും മോനും കൂടെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് വെച്ചാൽ ഒരു 10-11 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നത് എൻ്റെ ഫ്രണ്ട് സപ്നയുടെ വാവയുടെ ബാപ്റ്റിസമായിരുന്നു. ഞങ്ങളുടെ മുരുക്കുമ്പുഴയിൽ തന്നെയുള്ള സെൻറ്റ് അഗസ്റ്റിൻ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ചടങ്ങുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബാപ്റ്റിസത്തിന് പോകുന്നത്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് ഷഹാനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആൾക്കാർ അവിടെ എന്തോ ആദ്യ കുർബാനയൊക്കെ ഒരുപാട് പേർക്ക് നടത്തിയിട്ട് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു വ്യൂ ആണ് ഉള്ളത്. കായലൊക്കെ ഉണ്ട്. അങ്ങനെ ഷഹാനയും മോളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അയറുക്കുട്ടി. കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ. അതിനുശേഷം ഇപ്പോഴാണ് മോളെ കാണുന്നത്. അപ്പൂസ് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു തുള്ളിച്ചാട്ടമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അപ്പൂസ് ആദ്യമായിട്ടാണ് അതുപോലെ പള്ളിയിലൊക്കെ പോകുന്നത്. ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിലൊക്കെ ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്തുള്ള ഗ്രോട്ടയിലും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് സപ്നയുടെ കൂടെ തന്നെ. അങ്ങനെ നമ്മൾ പള്ളിക്കകത്തോട്ട് കയറി. ചടങ്ങ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഒരു സൈഡിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്ത് കൈയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത് റെൻസി. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഫുൾ വ്ളോഗിൽ ഞാൻ ഫ്രണ്ട്സിനെ കാണിക്കുന്നത്. അങ്ങനത്തെ അച്ഛൻ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പള്ളിക്കകത്തുള്ള ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹാളിലോട്ട് പോവുകയാണ്. ബാക്കി ഫങ്ഷൻസും ഫോട്ടോ എടുപ്പും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു. കയറിയാക്കിൽ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നല്ല സൂപ്പർ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു സ്റ്റേജ് ഡെക്കറേഷനായിരുന്നു. ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ആയിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു. കേക്ക് കട്ടാനായിട്ട് പോവുകയാണ്. അപ്പം ഇത് സപ്നയുടെ ഹസ്ബൻഡ് സഞ്ജയ്, പിന്നെ മൂത്ത മോള് അമ്മു, മോൻ്റെ പേര് അപ്പു. ഒറിജിനൽ നെയിം എൽവിസ്, മോൻ്റെ പേര് എൽവിസ് എന്നാണ്, മോളുടേത് എലൈസ. അപ്പം എല്ലാം പേരൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള പേരാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ വന്നു. കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന പ്രിജിനും സുമേഷുമാണ്. അപ്പോൾ കോളേജിൽ നിന്ന് ഇവർ രണ്ടുപേരും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചിഞ്ചു ഇരുന്നിട്ട് ആയിരൂൻ്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഓരോ വിഷയങ്ങളുടെയും കാര്യങ്ങളൊക്കെ. ആ പാട്ട് പഠിപ്പിച്ചു, ഈ പാട്ട് പഠിപ്പിച്ചു എന്നൊക്കെ. അവളില്ല, എന്നെ അതൊന്നും പഠിപ്പിച്ചില്ല. ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് എരപ്പും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങളും അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുകയാണ്. അവൾക്കും യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പോനും ആരോനും പോപ്സിക്കിൾസ് കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ അതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തമൊക്കെ ആയി. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പവും സ്റ്റ്യൂവും ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഫുള്ള് കായലാണ്. ഞാൻ മുന്നേ മുരുക്കുമ്പുഴ കായലിൽ പോയി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനും ചേട്ടനും കൂടെ. അതിൻ്റെ മറു സൈഡാണ് ഈ വശം വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. കുട്ടികളും ഭയങ്കര ഹാപ്പി. ആണെങ്കിലും അപ്പോസാണെങ്കിലും അപ്പോസിനാണെങ്കിൽ എനിക്ക് ആ സൈഡിലോട്ട് കൊണ്ടുപോകാനായിട്ട് പേടിയായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ സുമേഷിന് അവന് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സുമേഷിനോടെ കളിക്കുകയും ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനാണ് കെയർ ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് പിള്ളേരെയൊക്കെ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത്. കോയിൻസിഡൻ്റലി ഞാനും ഒപ്പം വൈറ്റായിരുന്നു, മോളും അവളും ഗ്രീനും ബ്ലൂവും മിക്സ് ആയിട്ടുള്ള കളറൊക്കെ ആയിരുന്നു. എന്തായാലും ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും അത് പ്രിജിൻ്റെ വൈഫാണ്, പ്രിജിൻ്റെ കൂടെ നിൽക്കുന്ന. അപ്പോൾ റിൻസിയും വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സപ്നയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പോകാൻ പറ്റില്ല. കാരണം തിരക്കും ഫാമിലീസും റിലേറ്റീവ്സൊക്കെ വന്നപ്പോൾ അവളും തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്